ഹോസ്പിറ്റൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കുന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടോർച്ച് കത്തിച്ച് വെച്ച് ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരേ കിടക്കയിൽ 3 രോഗികൾ കിടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നു. ഒരേ ഹോസ്പിറ്റലിൽ ഒന്നിലധികം പ്രാവശ്യം തീപിടുത്തം. മരുന്ന് എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ആശുപത്രികളിൽ ഓപ്പറേഷൻസ് മുടങ്ങുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ, സൺഷൈഡിൽ നിന്ന് കോൺക്രീറ്റ് പീസ് അടർന്ന് താഴെ വീഴുന്നു. നനഞ്ഞൊലിക്കുന്ന തൊട്ട ഷോക്കടിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ ഭിത്തികൾ. മെഡിക്കൽ കോളേജിൽ പോലും മരുന്നിന് ക്ഷാമം. ആശുപത്രികളിൽ ആവശ്യത്തിന് നഴ്സുമാരോ ഡോക്ടർമാരോ ഇല്ല. കേരളം ഹെൽത്ത് കെയറിലെ നമ്പർ 1 ആണ്. ഇത്രയും കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെറും നുണയായിരുന്നോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകർന്ന ഒരാൾ മരിച്ചതും ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റുകളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പോരായ്മകളാണ്, എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചറിലെ പോരായ്മകൾ. ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആരോഗ്യവകുപ്പ്. പക്ഷേ ഇതിൽ പല ബിൽഡിങ്ങുകൾക്കും 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഫോർ എക്സാമ്പിൾ, കൊല്ലം മയ്യനാടുള്ള ഹോസ്പിറ്റലിന് 72 വർഷം പഴക്കമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് പണിത പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിലാണ് കിടത്തി ചികിത്സ വരെയുള്ള ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റു പല ഹോസ്പിറ്റൽസിലും. കാസർഗോഡ് കുംബ്ല ഹോസ്പിറ്റലിന്റെ ഓടിട്ട മേൽക്കൂര ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു ബിൽഡിംഗ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഡോറ് തുറക്കുമ്പോൾ സൂക്ഷിക്കണം, തലയിൽ കോൺക്രീറ്റ് പീസ് വീഴാൻ സാധ്യതയുണ്ടെന്ന് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചേക്കുക. അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നോ, പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ തലയിൽ 5-6 സ്റ്റിച്ചോ അല്ലെങ്കിൽ ജീവൻ പോകാൻ വരെ സാധ്യതയുണ്ടെന്ന്. എന്തിനേറെ, ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പത്തനംതിട്ടയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ബിയും സിയും ബ്ലോക്ക് ഇരിക്കുന്ന ബിൽഡിംഗിൽ ഗുരുതരമായിട്ടുള്ള ബലക്ഷയം 4 വർഷം മുമ്പ് കണ്ടെത്തിയതാണ്. എന്നിട്ട് ഇതുവരെ അതിലൊരു മെയിൻ്റെനൻസ് വർക്ക് പോലും നടന്നിട്ടില്ല. ഈ ബലക്ഷയം കണ്ടെത്തിയ ബിൽഡിംഗ്സിൽ ഡെയിലി സർജറീസ് പോലും നടക്കുന്നുണ്ട്. ഗവൺമെൻറ് ആശുപത്രികളിൽ പൊതുവെ പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ പഴയ ബിൽഡിംഗ് OP ഡിപ്പാർട്ട്മെൻറ്റോ സ്റ്റോറേജ് റൂംസോ ഫാർമസിയോ ഹോസ്റ്റലോ ഒക്കെ ആക്കി മാറ്റാറാണ് പതിവ്. പക്ഷേ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓൾഡ് ബ്ലോക്കിലുള്ള മെൻസ് ഹോസ്റ്റൽ. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന റൂമിൽ എൻ്റെ മേത്ത് കൂടെയാണ് ഒരു സീലിങ്ങിൻ്റെ വലിയൊരു പീസ് അടർന്നു വീണത്. അത് വീണതിന് ശേഷം 1-1.5 ദിവസം കയ്യിൽ നീര് കെട്ടിയിട്ട് നിന്നു. അടർന്നു വീഴാനുള്ള കുറേ സാധനങ്ങൾ ആ സമയത്ത് അവർ വന്നിട്ട് കുത്തി താഴെ ഇട്ടു. പക്ഷെ അതിപ്പോഴും അവർ നന്നാക്കാതെ പ്ലാസ്റ്റർ ചെയ്യാതെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ പഴയ ബിൽഡിങ്സ്, അതും ഹോസ്പിറ്റൽ ബിൽഡിങ്സ്, ഒരു മെയിൻ്റെനൻസ് പോലും ചെയ്യാതെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് ശരിക്കും ക്രിമിനൽ നെഗ്ലിജൻസ് അല്ലേ? ബലക്ഷയം കണ്ടെത്തി പൊളിച്ചു കളയാൻ തീരുമാനിച്ച ബിൽഡിങ്സിന്റെ കേസിൽ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയാണ്. ഉദാഹരണത്തിന് കോട്ടയത്ത് ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച ബിൽഡിംഗ്, ആരും ഉപയോഗിക്കാത്ത ബലക്ഷയം വന്ന് ഉപേക്ഷിച്ചിട്ട ഒരു ബിൽഡിംഗ് ആയിരുന്നു അതെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. പക്ഷെ അവിടുത്തെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും പറഞ്ഞതോ തകർന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് തൊട്ട് മുൻപ് ഞാൻ ഉപയോഗിച്ചിട്ട് പോയതാ. ബിൽഡിംഗ് ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ അവിടുത്തെ കറണ്ടും വെള്ളവും കട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു നോ എൻട്രി ബോർഡെങ്കിലും വെക്കണ്ടേ? 100 രൂപയുടെ 2 താഴ് മേടിച്ച് ആ ഡോർസ് പൂട്ടാനുള്ള ബോധമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. കോട്ടയത്ത് ഇടിഞ്ഞു വീണ ബിൽഡിംഗ് പോലെ പൊളിക്കാൻ തീരുമാനിച്ചിട്ട് പൊളിക്കാത്ത ഒരുപാട് ബിൽഡിങ്സും മറ്റു ഹോസ്പിറ്റൽസും ഉണ്ട്. കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ 65 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കാൻ ടെൻഡർ വിളിച്ചത് 1.5 കൊല്ലം മുമ്പാണ്. പക്ഷേ ഇതുവരെ അത് പൊളിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്ത് ഓക്സിജൻ സ്റ്റോറേജ് കൗണ്ടറും ഒരു സ്റ്റോർ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. അപകടങ്ങളെ പൊതുവെ നമ്മുടെ സർക്കാർ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്, ഒറ്റപ്പെട്ട സംഭവം. ഇനിയിപ്പോൾ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണാലും അതും ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കും. ആശുപത്രികളിലെ അറ്റകുറ്റപ്പണികളും പഴയ ബിൽഡിങ്സ് ഡെമോളിഷ് ചെയ്യാത്തതിൻ്റെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിന് മാത്രമല്ല. കാരണം ആരോഗ്യവകുപ്പിന് സ്വന്തമായിട്ട് ഒരു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റോ കൺസ്ട്രക്ഷൻ വിങ്ങോ ഇല്ല. ഇതൊക്കെ ചെയ്യേണ്ടത് PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏത് നമ്മുടെ റോഡുകളിൽ ഒരു കുഴി പോലും ഇല്ലാതെ അമേരിക്കൻ സ്റ്റാൻഡേർഡാക്കി മാറ്റിയ അതേ PWD ഡിപ്പാർട്ട്മെൻറ്റ്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ PWDക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അറ്റകുറ്റപ്പണികളുടെ കാര്യം പറയണോ? ഇന്ന് കേരളത്തിലെ പല ഗവൺമെൻറ് ആശുപത്രികളും പുതിയ ബിൽഡിങ്സ് ഒക്കെ പണിതുണ്ട്, ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ സിസ്റ്റത്തിലെ പ്രശ്നം കാരണം അതൊക്കെ ഇപ്പോഴും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ട്രിവാൻഡ്രം ജനറൽ ആശുപത്രിക്ക് സമീപം കോടികൾ മുടക്കി പണിത 5 നിലയുള്ള ബിൽഡിംഗ് 9 വർഷമായിട്ട് വേക്കൻ്റ് ആണ്. അതിപ്പോൾ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുക. പാലക്കാട് ചിറ്റൂര് താലൂക്ക് ആശുപത്രിയിൽ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അതവിടെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ഫീമെയിൽ വാർഡൊക്കെ പ്രവർത്തിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞൊരു ഓടിട്ട ബിൽഡിങ്ങിലാണ്. കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളും ഫയർ ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ആയിരക്കണക്കിന് പേഷ്യൻസ് ഡെയിലി വരുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് ഫയർ ഡിപ്പാർട്ട്മെന്റ് NOC ഇല്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ മെയിൻ ബിൽഡിംഗിൽ യാതൊരുവിധ ഫയർ സേഫ്റ്റി എക്യുപ്മെന്റ്സും ഇല്ല. എമർജൻസി എക്സിറ്റ് വരെ രോഗികളുടെ തിരക്ക് കാരണം ബ്ലോക്ക് ആയിരിക്കുകയാണ്. കേരളത്തിലെ ബിൽഡിങ്ങുകളുടെ ഫയർ സേഫ്റ്റിയെ പറ്റി ഈ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രികൾക്ക് പകരം ഇതൊരു പ്രൈവറ്റ് ആശുപത്രി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഫയർ NOC ഇല്ലാതെ പ്രവർത്തിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സമ്മതിക്കും. അതായത് KSRTCക്ക് റോഡ് നിയമവും ബ്രേക്ക് ലൈറ്റും ഒന്നും വേണ്ടാത്ത പോലെ സർക്കാരിന്റെ ആശുപത്രിക്ക് ഒരു നിയമവും ബാധകമല്ല. ഇക്കഴിഞ്ഞ മെയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തമുണ്ടായി.
വെറും 3 ദിവസം കഴിഞ്ഞ് അതേ മെഡിക്കൽ കോളേജിൽ പിന്നെയും തീ പിടിച്ചു. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ട്രിവാൻഡ്രത്തെ SAT ഹോസ്പിറ്റലിൽ തീ പിടിച്ചപ്പോൾ അത് അണയ്ക്കാൻ അവിടെ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫയർഫോഴ്സ് വന്നാണ് തീ കൺട്രോൾ ചെയ്തത്. ഈ ഫയർ ഇൻസിഡൻസ് ഒന്നും വൻ ദുരന്തമായിട്ട് മാറാതിരുന്നത് അവിടെയുള്ള ആളുകളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ സിസ്റ്റത്തിന്റെ ഇടപെടലുകൊണ്ടല്ല. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ബിൽഡിങ്സിന്റെ അവസ്ഥ. ഇനി ആ ബിൽഡിങ്സിന്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസിന്റെ എക്യുപ്മെന്റ്സിന്റെ അവസ്ഥയോ? മെഡിക്കൽ കോളേജുകളിൽ പോലും സർജറിക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഇല്ല. പേഷ്യന്റ് സ്വയം അത് അറേഞ്ച് ചെയ്താൽ സർജറി നടക്കും. ഇതിനു വേണ്ടി ഓരോ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് കമ്പനിമാരുടെ ഏജന്റുമാരുണ്ട്. ഇവരുടെ കയ്യിൽ 19,000 രൂപയൊക്കെ കൊടുത്ത് വാടകയ്ക്ക് എക്യുപ്മെന്റ്സ് മേടിക്കേണ്ട അവസ്ഥയാണ് പേഷ്യൻസിന്റെ. നിങ്ങൾ തന്നെ ഇവിടെ അതിനുള്ള ഉപകരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, ഗവൺമെൻറ് അതിനുള്ള ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി അത് ആ ഏജൻറ്റ് ഇവിടെ വരും, കമ്പനിക്കാർ വരും, അവരുടെ പൈസ കൊടുത്താൽ ഉടനെ തന്നെ ഞങ്ങൾ കഴിച്ചു കളയാമെന്ന് പറയും. ജനറേറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ പ്രസവം മുടങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന SIT ഹോസ്പിറ്റലിൽ മണിക്കൂറുകളോളം പവർ കട്ട്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ സർക്കാർ കൃത്യമായിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഹാർട്ട് സർജറിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെന്റ് സപ്ലൈ ചെയ്യുന്നത് കമ്പനികൾ നിർത്തി. മാസങ്ങളോളമാണ് അവിടെ സർജറീസ് മുടങ്ങിയത്. CAG ഓഡിറ്റ് നടത്തിയ 14 ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വെറും 3 എണ്ണത്തിൽ മാത്രമേ ആക്സിഡന്റ് കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എമർജൻസി ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എമർജൻസി ആക്സിഡന്റ് കേസുകൾ പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുന്നത്. ഹെൽത്ത് കെയറിൽ ഇൻഫ്രാസ്ട്രക്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാഫും. എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഉള്ള സ്റ്റാഫാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ നല്ലൊരു ഹോസ്പിറ്റലാക്കി മാറ്റുന്നത്. 2023 CAGയുടെ ഓഡിറ്റിൽ കണ്ടെത്തിയത് കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്ത് സ്റ്റാഫിന്റെ സിവിയർ ഷോർട്ടേജ് ഉണ്ടെന്നാണ്. 700ഓളം ടെക്നീഷ്യൻസിന്റെയും 1000ഓളം നഴ്സുമാരുടെയും 1200ഓളം ഡോക്ടർമാരുടെയും കുറവ്. ഈ റിപ്പോർട്ടിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ടേജ് ഒന്നും ഗവൺമെന്റിന്റെ ലോക്കൽ ഹോസ്പിറ്റൽസിലല്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളും പോലത്തെ വലിയ ഹോസ്പിറ്റലിലാണ് ഈ ഷോർട്ടേജ്. ഇതിൽ ചില ആശുപത്രികളിൽ 65% ഡോക്ടേഴ്സിന്റെ സീറ്റ് വേക്കൻ്റ് ആണ്. അതായത് പേഷ്യൻസിന് 5-6 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നതും ഓപ്പറേഷന് വേണ്ടി ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതൊന്നും ഈ ആശുപത്രികൾ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ല, സ്റ്റാഫിന്റെ ഷോർട്ടേജ് കാരണമാണ്. WHO സ്റ്റാൻഡേർഡ്സ് പ്രകാരം നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് 4000 ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടർ വച്ചെങ്കിലും വേണം. നമ്പർ 1 ഹെൽത്ത് കെയർ ഉള്ള നമ്മുടെ കേരളത്തിൽ ഈ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്തത് 14 ജില്ലകളിൽ വെറും 2 ജില്ലയിൽ മാത്രമാണ്, വയനാടും പത്തനംതിട്ടയിലും. കോഴിക്കോടും മലപ്പുറത്തൊക്കെ 7000-7500 ആളുകൾക്കാണ് ഒരു ഡോക്ടർ ഉള്ളത്. WHO സ്റ്റാൻഡേർഡ്സ് പ്രകാരം എക്സ്ട്രീംലി പുവർ, അതായത് സീരിയസ് ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ്. നഴ്സുമാരുടെ നമ്പർ ഡോക്ടർമാരെക്കാളും ഷോക്കാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു ജനറൽ വാർഡിലെ 6 ബെഡിന് ഒരു നഴ്സ് വെച്ച് വേണം. നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? 60 ബെഡിന് ഒരു നഴ്സ്, അതായത് 10 നഴ്സുമാരുടെ ജോലിയാണ് ഒരു നഴ്സ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ എന്ത് നഴ്സിംഗ് കെയർ അവിടുത്തെ പേഷ്യൻസിന് കിട്ടാനാ? ഇത് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിലെ മാത്രം അവസ്ഥയല്ല. പേഷ്യൻസിന്റെ എണ്ണം വെച്ച് നോക്കിയാൽ കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 8000 പുതിയ നഴ്സുമാരെ അപ്പോയിന്റ് ചെയ്യണം. കേരളത്തിലെ ഒരു വർഷം മാത്രം 10,000ഓളം നഴ്സസ് ആണ് പാസ് ഔട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റിയുടെ പ്രശ്നമല്ല, സർക്കാർ വേക്കൻസി ഫില്ല് ചെയ്യാതാണ് ഇവിടുത്തെ പ്രശ്നം. നഴ്സുമാരുടെയും ഡോക്ടേഴ്സിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ടെക്നീഷ്യൻസിന്റെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കാര്യം പിന്നെ പറയണോ? കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളിലും CCTV ക്യാമറാസോ സെക്യൂരിറ്റി സ്റ്റാഫോ ഒന്നുമില്ല. ഡയറക്റ്റീവ്സ് പ്രകാരം കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഒരു സെക്യൂരിറ്റി ഇൻചാർജ് ഓഫീസർ വേണം. എക്സ് സർവീസ് മെന്നായിരിക്കണം OPയിലും കാഷ്വാലിറ്റിയിലും സെക്യൂരിറ്റി. കൂടാതെ എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫിനും ബേസിക് സെക്യൂരിറ്റി പ്രോട്ടോകോൾസിൽ ട്രെയിനിങ്ങും കൊടുക്കണം. പക്ഷേ 2021 ഗവൺമെന്റ് ആശുപത്രികളിലെ സെക്യൂരിറ്റി മെഷേഴ്സിനെ പറ്റി ചോദിച്ച ഒരു RTIയിൽ ആകെ 42 ആശുപത്രികളെ റിപ്ലൈ കൊടുത്തുള്ളൂ. അതിൽ 30 എണ്ണത്തിലും ഈ പ്രോട്ടോകോൾസ് ഒന്നും പാലിച്ചിരുന്നില്ല. പ്രോപ്പർ സെക്യൂരിറ്റി മെഷേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് വന്ദനാദാസ് എന്ന ജൂനിയർ ഡോക്ടർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച ഒരു പേഷ്യന്റിന്റെ കുത്തേറ്റ് മരിച്ചത്. ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന പേഷ്യൻസിന്റെയും ബൈസ്റ്റാൻഡേഴ്സിന്റെയൊക്കെ പേഴ്സും ഫോണൊക്കെ മോഷണം പോകുന്നതും ഈ സെക്യൂരിറ്റി മെഷേഴ്സിന്റെ കുറവുകൊണ്ടാണ്. ഇനി ടെക്നീഷ്യൻസിന്റെ കേസ് നോക്കിയാലോ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആകെ ഉള്ളത് 41 റേഡിയോഗ്രാഫർമാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റേ മാത്രമുള്ള സമയത്തുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ആണിത്. പക്ഷെ ഇന്ന് അവിടെ MRI സ്കാൻ വന്നു, CT സ്കാൻ വന്നു, മാമോഗ്രാം വന്നു. പക്ഷെ റേഡിയോഗ്രാഫർമാരുടെ എണ്ണം മാത്രം കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തായി? ഈ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാനും റിപ്പോർട്ട് കിട്ടാനുള്ള വെയിറ്റിംഗ് ടൈം ഇന്ന് ആഴ്ചകളാണ്. ഈ പ്രശ്നം കൊണ്ടാണ് പാവപ്പെട്ട രോഗികൾക്ക് 10-20,000 രൂപയൊക്കെ മുടക്കി പ്രൈവറ്റ് ലാബുകളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ടെക്നീഷ്യൻസിന്റെ കുറവ് കാരണം പല സർക്കാർ ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗശൂന്യമായിട്ട് പൊടി പിടിച്ചു പോകുന്നത്. CAG ഓഡിറ്റ് നടത്തിയ 32 ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിൽ 12 എണ്ണത്തിൽ ലാബ് ഉണ്ട്, പക്ഷെ ടെക്നീഷ്യൻസ് ഇല്ല. അതുകൊണ്ട് ഈ ലാബൊക്കെ അടച്ചുപൂട്ടിയിട്ടേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജനങ്ങളുടെ പൈസ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പണിത ലാബ് ഉദ്ഘാടനവും 2 പത്രപരസ്യവും 4 ഫ്ലക്സ് ഒക്കെ അടിച്ചതിന് ശേഷം പൂട്ടിയിട്ട് നശിപ്പിച്ചു കളയുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പ്രൈവറ്റ് ലാബുകളിൽ പോയി ടെസ്റ്റ് നടത്തി മണിക്കൂറുകൾ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴാണ് അടുത്ത പ്രശ്നം. സർക്കാരിന്റെ ഫാർമസികളിലും മരുന്നില്ല. ഈ വർഷം മരുന്ന് മേടിക്കാൻ വേണ്ടി സർക്കാർ ചെലവാക്കിയത് 1000 കോടി രൂപയാണ്. പക്ഷെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തതോ 350 കോടി രൂപ. അപ്പോൾ ബാക്കി പൈസയോ?
കടം പറയും. സർക്കാർ ഇപ്പം മേടിക്കുന്ന മെജോറിറ്റി മരുന്നും ഇങ്ങനെ കടം പറഞ്ഞാണ്. 2020 കൊടുത്ത മരുന്നിന്റെ പൈസ പോലും കിട്ടാത്ത കമ്പനികളുണ്ട്. ഓരോ വർഷവും ഈ കടം കൂടി ഇപ്പം മരുന്ന് കമ്പനികൾക്ക് മൊത്തം 700 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് എന്തായി, ജോൺസൺ ആൻഡ് ജോൺസൺ, ബാക്സ്റ്റർ, ഫൈസർ പോലത്തെ മേജർ കമ്പനികളൊന്നും ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. കാരണം അവർക്ക് ഈ ഏടാകൂടത്തിൽപ്പെടാൻ താല്പര്യമില്ല. ഇത് ബാധിക്കുന്നത് ആരെയാ? സാധാരണ ജനങ്ങളെ. കോമ്പറ്റേറ്റീവ് ടെൻഡർ അല്ലാത്തതുകൊണ്ട് മരുന്നിന്റെ വിലയും കൂടും, ക്വാളിറ്റി മരുന്നോട്ട് കിട്ടുകയില്ല. ഇതിന്റെ പ്രൂഫാണ് കേരള ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്ത പനിയുടെ മുതൽ ഹാർട്ട് കണ്ടീഷൻസിന് വരെ കൊടുക്കുന്ന മരുന്നുകൾ ലാബ് ടെസ്റ്റ് ഫെയിൽ ചെയ്ത്. നമ്പർ 1 ഹെൽത്ത് ടെസ്റ്റ് ആയതുകൊണ്ട് ഈ മരുന്നൊക്കെ സപ്ലൈ ചെയ്ത് കുറേ പേഷ്യൻസ് ഒക്കെ ഇത് കഴിച്ചതിന് ശേഷമാണ് ഇതൊന്നും ക്വാളിറ്റി ഇല്ലാത്ത മരുന്നാണെന്ന് പറഞ്ഞ ലാബ് റിപ്പോർട്ട്സ് വന്നത്. ഈ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരൊന്നും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. ലോകോത്തരമാണ് കേരളത്തിലെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വെറും 2 ദിവസത്തിനുള്ളിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയി. മറ്റ് മന്ത്രിമാരുടെ കേസ് നോക്കിയാലോ, മിനിസ്റ്റർ ആർ ബിന്ദു, MP രാജേഷ്, V ശിവൻകുട്ടി ഇവരെല്ലാം ചികിത്സ തേടിയത് പ്രൈവറ്റ് ആശുപത്രികളിലാണ്. മിനിസ്റ്റർ സജി ചെറിയാൻ റീസെന്റ് പറഞ്ഞത് സർക്കാർ ആശുപത്രി കിടന്ന് മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയതുകൊണ്ടാണെന്നാണ്. ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി ചെയ്തുകൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ഒരു മന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രി പോയാൽ ക്യൂ നിൽക്കേണ്ടി വരുമോ? അവിടുത്തെ ഡോക്ടർമാരെല്ലാം ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ, VIP ട്രീറ്റ്മെന്റ്. എന്നിട്ടും നമ്മുടെ മന്ത്രിമാർക്ക് ഈ സർക്കാർ ആശുപത്രികളിൽ വിശ്വാസമില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഈ ആശുപത്രി എങ്ങനെ വിശ്വസിക്കും? കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുടെ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സെക്ഷനിൽ വരുന്ന വീഴ്ചകളാണ്. സ്റ്റാഫിന്റെ ഷോർട്ടേജിന് കാരണം കൃത്യമായിട്ടുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാത്തതും റിക്രൂട്ട്മെന്റ് നടത്താത്തതും. നഴ്സസിന്റെ 2000 വേക്കൻസിയാണ് PSCയിലേക്ക് 5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോർവേഡ് ചെയ്തത്. പക്ഷെ അതിന്റെ എക്സാം നടന്നതോ 4 വർഷങ്ങൾക്ക് ശേഷം, അതും വളരെ കുറച്ച് വേക്കൻസിയിലേക്ക് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഫോളോ ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേഷൻ രീതിയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്നും ഫോളോ ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലിന്റെ ഹെഡ് ഒരു സീനിയർ ഡോക്ടർ. ഈ ഡോക്ടർ ഒരു നല്ല ക്ലിനിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ ഉണ്ടാകണമെന്നില്ല. ടോപ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നോക്കുകയാണെങ്കിൽ അവിടെ ഡേ ടു ഡേ ഓപ്പറേഷൻസും അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഫീൽഡിലെ എക്സ്പേർട്സ് ആയിരിക്കും. ഇതുപോലൊരു രീതി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും വരണം. തമിഴ്നാട്, ഒഡീഷ പോലത്തെ സംസ്ഥാനങ്ങളിൽ അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ, പ്രൊഫഷണൽസിനെ ഉൾപ്പെടുത്തി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കെയർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ രീതി നമുക്ക് കേരളത്തിൽ അഡോപ്റ്റ് ചെയ്യാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പുറമെയാണ് ഫണ്ടിങ്ങിന്റെ ഷോർട്ടേജ്. നാഷണൽ ഹെൽത്ത് പോളിസി പ്രകാരം ഒരു സംസ്ഥാനം അതിന്റെ GDPയുടെ 8% ഹെൽത്ത് കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പക്ഷെ കേരളം സ്പെൻഡ് ചെയ്യുന്നത് വെറും 5.5%. ഇത് തന്നെ ഏകദേശം 49,000 കോടി രൂപയോളം വരും. ഈ 49,000 കോടി രൂപയിൽ നിന്ന് പുതിയ ബിൽഡിങ്ങുകൾ പണിയാനും എക്യുപ്മെന്റ്സ് മേടിക്കാനും എത്ര രൂപയാണ് ചെലവാക്കുന്നതെന്ന് അറിയാമോ? വെറും 2,000 കോടി രൂപ. ബാക്കി 47,000 കോടി രൂപ ചെലവാക്കുന്നതും ഡേ ടു ഡേ എക്സ്പെൻസസ് നടത്താനും ആളുകൾക്ക് സാലറി കൊടുക്കാനും വേണ്ടിയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഈ ഷോർട്ടേജാണ് ശരിക്കും സർക്കാർ ആശുപത്രികളുടെ ഡെവലപ്മെന്റിനെ സാരമായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഇൻഷുറൻസ് പ്രോഗ്രാമായിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയൊക്കെ പെരുവഴിയിലായതും ഈ ഫണ്ടിങ്ങിന്റെ ഷോർട്ടേജ് കാരണമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ സ്കീം വഴി ചികിത്സിച്ചതിന്റെ പേരിൽ പ്രൈവറ്റ് ആശുപത്രികൾക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശിശു മരണനിരക്ക് ഏറ്റവും കുറവ്, അമ്മമാരുടെ മരണനിരക്ക് ഏറ്റവും കുറവ്, ലൈഫ് എക്സ്പെക്ടൻസി ഏറ്റവും കൂടുതൽ. പബ്ലിക് ഹെൽത്തിന്റെ ഏത് പാരാമീറ്റർ എടുത്താലും കേരളം അതിൽ ലീഡിംഗ് ആണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ സർക്കാരുകൾ നടപ്പാക്കിയ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ ഫോക്കസ് ചെയ്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്ന കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഈ ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സഹായിച്ചത്. പക്ഷെ ഇന്ന് അത് നിലനിൽക്കുന്നത് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് മാത്രമല്ല. 1970കളിൽ ഗൾഫിലെ ഓയിൽ ബൂമും കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷനൊക്കെ കാരണം മലയാളികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാൻ തുടങ്ങി. കൂടുതൽ പൈസ ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളും പ്രൈവറ്റ് ലാബുകളും കേരളത്തിൽ വന്നു. ഈ പ്രൈവറ്റ് ഹെൽത്ത് കെയർ എക്കോസിസ്റ്റമാണ് ഇന്ന് കേരളത്തിലെ ഹെൽത്ത് കെയറിന്റെ ബാക്ക് ബോൺ. കേരളത്തിൽ ചികിത്സയ്ക്കായിട്ട് ആളുകൾ പ്രൈവറ്റ് ആശുപത്രികളാണ് കൂടുതൽ ആശ്രയിക്കുന്നത് എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ ഹൈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, അതായത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് ചിലവാക്കുന്ന പൈസ. UPയിലും MP-ലൊക്കെ ഒരാൾ ആവറേജ് ഒരു വർഷം 3,000 രൂപ കയ്യിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ കേരളത്തിൽ ഒരാൾ ആവറേജ് ചിലവാക്കുന്നത് 8,000 രൂപയാണ്, അതായത് ഇരട്ടിയിലും കൂടുതൽ. അതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബെറ്റർ ആണെന്നുള്ള സത്യമാണ്. പക്ഷെ അത് ലോകോത്തരോ ബെസ്റ്റോ ഒന്നുമല്ല. അങ്ങനെ വിശ്വസിച്ച പൊട്ടക്കണ്ണന്മാരുടെ ഇടയിൽ ഒറ്റക്കണ്ണൻ രാജാവ് എന്ന് വിശ്വസിക്കുന്ന പോലെയാണ്. UPയിലെ ഒരു ഡോക്ടർ അവിടുത്തെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. പക്ഷെ ഇന്ന് കേരളത്തിൽ കോട്ടയത്ത് ഒരു ഡോക്ടർ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അതേ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടി. കേരളത്തിൽ നിന്ന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഏത് ചികിത്സയും 5 സ്റ്റാർ സർവീസോടുകൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടും.
പക്ഷെ സാധാരണക്കാർക്ക് അതിൻ്റെ ചെലവ് താങ്ങാൻ പറ്റില്ല. അവർക്ക് ഇന്നും ആശ്രയം സർക്കാർ ആശുപത്രികളാണ്. ഈ സർക്കാർ ആശുപത്രികളിൽ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളെ ഭരിക്കുന്ന ആളുകൾ കണ്ണടച്ചത് ഇരുട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് വീഴാൻ പോകുന്നത് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അതേ സാധാരണക്കാരാണ്.